റെജി ലൂക്കോസിനെയും എന്നെയും ഒക്കെ കേൾക്കുന്ന പ്രേക്ഷകന്മാർ എനിക്കൊരു മെസ്സേജ് ഇട്ടുണ്ട്. അദ്ദേഹത്തോട് നേരിട്ടൊരു ഒറ്റ ചോദ്യമാണ് എനിക്ക് തന്ന മെസ്സേജാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ജനൻ ടി വിയിൽ വഖഫ് നിയമവുമായി മുനമ്പം വിഷയം നടന്ന ചർച്ചയിൽ റെജി ലൂക്കോസ് പറഞ്ഞത് വഖഫ് എന്ന് പറഞ്ഞാൽ ഒരു ഭീകര കിരാത നിയമം എന്നാണ്. താങ്കൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അത് മാത്രമാണ് ഒന്ന് ചോദിക്കുന്നത്. എനിക്ക് വന്ന ഒരു മെസ്സേജ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വഖഫ് ബോർഡ് എന്ന് പറയുന്ന സംവിധാനം ഇന്ത്യയിൽ ആ നിയമം അടിച്ചേൽപ്പിച്ച് തെറ്റാൻ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഞാൻ പുറകോട്ട് പോകത്തില്ല കാര്യത്തിൽ. ഓ ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. കാരണം ഒരു മത നിയമം അടിച്ചേൽപ്പിക്കാൻ കോൺഗ്രസ് ചോദ്യം ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണെന്നുള്ളവരും ഞാനതിൽ ഉറച്ചിരിക്കുന്ന ഒരാളാണ്. ഒരു തർക്കമില്ല കാര്യത്തിൽ. നിങ്ങളെ പാർട്ടിയുടെ വഖഫ് മന്ത്രിയോട് അബ്ദുറഹ്മാനോടും വഖഫ് ബോർഡ് ചെയർമാനും ചോദിക്കുക, ഇന്ത്യയിലെ വഖഫ് നിയമം മത നിയമമല്ല, ഇന്ത്യൻ നിയമമാണ്. അത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ BJP-ക്കാരും ക്രിസംഖികളും കാസക്കാരും ഭാഷ ഉപയോഗിച്ചു എന്ന് കേട്ടപ്പോൾ ഒരു വ്യസനം. താങ്കൾക്ക് വന്ന മാറ്റം, താങ്കൾക്ക് വന്ന മാറ്റത്തിൽ നിയമം കിരാതമാണെന്ന അഭിപ്രായം അങ്ങ് പറഞ്ഞിട്ട അഭിപ്രായം ഇപ്പോഴുണ്ടോ? ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ആ അങ്ങയിൽ ഉണ്ടായ മാറ്റം എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഒരു ഒറ്റ മിനിറ്റ്. കാരണം ഇത് ഇന്ന് ഏറ്റവും കോൺട്രവേഴ്സി ആവാൻ സാധ്യതയുള്ള ഒരു ചർച്ചയാണ്. 95-ലും 2013-ലുമാണ് വഖഫ് ഭേദഗതി വന്നത്. ഈ ഭേദഗതി വന്നത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. ആ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ CPM-ന്റെ പ്രതിനിധിയുണ്ട്. മനസ്സിലാക്കണം. മാറ്റി പറയാൻ പറ്റൂ, എനിക്കിങ്ങനെ അറിയുള്ളൂ. കാര്യങ്ങൾ പഠിച്ചിട്ട് വാ. ഇത്ര തരംതാണ BJP-ക്കാരെ പോലെ വഖഫ് നിയമം കിരാത നിയമമാണ്, കിരാത മത നിയമമാണെന്നൊക്കെ പറഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ എല്ലാ റെജി ലൂക്കോസ് കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഞാൻ പറയുന്നു, അല്ലാതെ പറയുന്നു CPM-ൽ അംഗത്വമുണ്ട് താങ്കൾക്ക്. വഖഫ് നിയമ ഭേദഗതി ഈ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ CPM-ന്റെ അംഗങ്ങളുണ്ട്. നിങ്ങളൊക്കെ CPM-ൽ അംഗത്വമുള്ള വ്യക്തിയല്ലേ താങ്കൾ? അഭിലാഷേ ചോദിക്കും. താങ്കൾ ഇടതുപക്ഷത്തിന്റെ ഫ്രെയിമിൽ നിന്നാണ് സംസാരിക്കുന്നത് എന്നത് മറക്കരുത്. ഇടതുപക്ഷത്തിന്റെ ഫ്രെയിമിൽ നിന്ന് പാർട്ടി അംഗമായ ഒരു വ്യക്തിയാണ് താങ്കൾ. ആ താങ്കളാണ് ഇങ്ങനെ പറഞ്ഞത്. ഇത് റെക്കോർഡറാണ്, ഇത് ചരിത്ര രേഖയാണെന്ന് മനസ്സിലാക്കണം. ഞാൻ അങ്ങയെ പഠിപ്പിക്കാൻ പോകുന്നില്ല. ഞാൻ അങ്ങയെ പഠിപ്പിക്കേണ്ട ബാധ്യത എനിക്കില്ല. നയവൈകല്യമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അങ്ങയിൽ വന്ന മാറ്റമാണ്.